ഇനി വേറൊന്ന്, തക്ബീർ എപ്പോ തുടങ്ങി എപ്പോ അവസാനിപ്പിക്കണം എന്ന വിഷയമാണ്. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിഷയത്തിലുണ്ട്. ചില ആൾക്കാർ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദുൽഹജ്ജ് 1 മുതൽ 13 വരെയും ചൊല്ലാം. വേറെ ചില അഭിപ്രായപ്പെടുന്നത് അറഫാ ദിനത്തിന്റെ അന്ന് അഥവാ ദുൽഹജ്ജ് 9 അന്ന് സുബഹി മുതൽക്ക് അയ്യാമുത്ത ശരീക്കിന്റെ അഥവാ ദുൽഹജ്ജ് 13 അന്നത്തെ അസർ വരെയാണ് ചൊല്ലേണ്ടത് എന്ന അഭിപ്രായപ്പെട്ടവർ. വേറെ ചിലർ പറയുന്നത് പെരുന്നാൾ ദിനത്തിന്റെ അന്ന് രാവിലെ മുതൽക്ക് അയ്യാമുത്ത ശരീക്കിലൊക്കെയാണ് ചൊല്ലേണ്ടത്. അഭിപ്രായങ്ങൾ ഒരുപാടുണ്ട്. ഏത് മുതൽക്ക് ഏത് വരെ ചൊല്ലണം എന്നതിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വ്യക്തമായ ഒരു നിർദ്ദേശവും വന്നിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും അത് ചൊല്ലാം. അതിന്റെ സമയത്തെ സംബന്ധിച്ചും സന്ദർഭത്തെ സംബന്ധിച്ചും തർക്കിക്കേണ്ടതില്ല. ആ വിഷയത്തിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയുന്നു, വലം യസ്ബുത് ഫീ ശൈഇൻ മിൻ ദാലിക അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുൻ. എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിക്കണം എന്ന വിഷയത്തിൽ നബി കരീമിൽ നിന്ന് ഈ വിഷയത്തിൽ ഒരൊറ്റ ഹദീസും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇനി സഹാബാക്കിറാമിന്റെ അഭിപ്രായങ്ങളിൽ വെച്ച് ഏറ്റവും ശരിയായ നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെയും അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായമാണ്. അവരുടെ അഭിപ്രായം എന്താണ്? മിൻ സുബ്ഹി യൗമി അറഫ ഇലാ ആഖിരി അയ്യാമി മിനാ. അറഫാ ദിനത്തിന്റെ അന്നത്തെ സുബഹി മുതൽ അയ്യാമുത്ത ശരീക്കിന്റെ അവസാനം വരെ എന്നഭിപ്രായപ്പെടുന്നു. വല്ലാഹു അഅലം എന്ന് പറഞ്ഞ് ഫത്ഹുൽ ബാരിയിൽ ആ വിഷയം അവസാനിപ്പിച്ചിരിക്കുകയാണ്. 2ാം വാള്യം 370 പേജിൽ ഈ വിഷയം അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതെപ്പോഴൊക്കെ ചൊല്ലാം? ഫർദ് ശേഷവും ചൊല്ലിയിട്ടുണ്ട്. സ്വഹാബത്തിന്റെ കാലത്ത് ഫർദ് നിസ്കാരത്തിന് ശേഷം ചൊല്ലിയിട്ടുണ്ട്. സുന്നത്തിന്റെ ശേഷവും ചൊല്ലാം. അപ്പോൾ ആൾക്കാരിങ്ങനെ വിചാരിക്കും ഈ ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരാളിങ്ങനെ ചൊല്ലിയിട്ട് ആ 3 വട്ടം കണക്കാക്കിയിട്ട് ഇങ്ങനെ ചൊല്ലിയത് അതിലപ്പുറം ഒന്നും പാടില്ല എന്നൊക്കെ നമ്മൾ ഈ പള്ളിയിലെ ആചാരങ്ങൾ കണ്ടിട്ട് ഇതൊക്കെ മാത്രം ദീനെന്ന് വിചാരിക്കണ്ട. എപ്പോഴും ചെല്ലാം, ഏതവസരത്തിലും ചെല്ലാം. സ്വഹാബത്ത് അങ്ങാടികളിൽ വെച്ച് ചൊല്ലി, നടത്തത്തിൽ ചൊല്ലി, ഇരുത്തത്തിൽ ചൊല്ലി, നിസ്കാരശേഷം ചൊല്ലി, കിടന്നുറങ്ങാൻ നേരത്തെ ചൊല്ലി, ഈ ദിവസങ്ങളിലൊക്കെ എപ്പോഴും തക്ബീർ ചൊല്ലൽ വളരെ പുണ്യമുള്ള ഖൈറായ ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക.